പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. US കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏർപ്പെടുത്തിയ തീരുവ പ്രാബല്യത്തിൽ വന്നു. ചൈന-US വ്യാപാര യുദ്ധം മുറുകുന്നു. ലോകത്തിലെ രണ്ട് മുൻനിര സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ തീരുവയ്ക്ക് പ്രതികാരമായി ചില US കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും തീരുവ ഏർപ്പെടുത്തി. നിയമവിരുദ്ധ കുടിയേറ്റവും മാരകമായ മയക്കുമരുന്നിന്റെ ഒഴുക്കും തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് US വൻതോതിൽ തീരുവ ചുമത്തിയത്. ഫെബ്രുവരി ആദ്യം എല്ലാ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും 10% തീരുവ ഏർപ്പെടുത്തിയ ശേഷം കഴിഞ്ഞയാഴ്ച ട്രംപ് നിരക്ക് 20% ഉയർത്തി. ഇതിനെതിരെ ചൈന ശക്തമായി പ്രതികരിച്ചു. ചൈന US കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കൂടാതെ നിരവധി US കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 10%, 15% ലെവികൾ ചുമത്തും. അമേരിക്കയിൽ നിന്നുള്ള ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവയ്ക്കാണ് ഇനി ഉയർന്ന നികുതി ബാധകമാകുക. എന്നിരുന്നാലും മാർച്ച് 10 മുമ്പ് US നിന്ന് കയറ്റിയച്ച സാധനങ്ങൾക്ക് ഏപ്രിൽ 12 ചൈനയിൽ എത്തുന്നിടത്തോളം താരിഫ് ബാധകമാകില്ല. രാജ്യത്തിന്റെ അസ്ഥിരമായ സമ്പദ്വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ചൈനീസ് നേതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുവരുന്ന വ്യാപാര പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം റെക്കോർഡ് ഉയരത്തിലെത്തിയ ചൈനയുടെ കയറ്റുമതി US വ്യാപാര യുദ്ധം രൂക്ഷമാകുമ്പോൾ സാമ്പത്തിക വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയാകും. ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലൻഡിനെ പരാജയപ്പെടുത്തിയാണ് കാർണി ട്രൂഡോയ്ക്ക് പകരക്കാരനാകുന്നത്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് കാർണി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. ലിബറൽ പാർട്ടിയിലെ 86% പേരും കാർണിയെ പിന്തുണച്ചു. ഒക്ടോബർ 20 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയാണ് കാർണിയുടെ കാലാവധി. അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധം കാനഡയെ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിനിടെയാണ് ഈ നിയമനം. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കാനഡയുടെ ആദ്യ പ്രധാനമന്ത്രിയുമാണ് കാർണി. ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിരുന്നു. ജനുവരിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത്. 9 വർഷത്തെ ഭരണം ട്രൂഡോ അവസാനിപ്പിച്ചതോടെയാണ് ലിബറൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജലശുദ്ധീകരണ രാസവസ്തുക്കൾക്കായി ഇന്ത്യ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തി. 5 വർഷത്തേക്കാണ് തീരുവ ഈടാക്കുക. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന ട്രൈക്ലോറോ ഐസോസയനൂറിക് ആസിഡ് എന്ന രാസവസ്തുവിനാണ് ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയത്. 5 വർഷത്തേക്ക് ടണ്ണിന് $986 വരെയാണ് തീരുവ ചുമത്തിയതെന്ന് ധനമന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. ആഭ്യന്തര വ്യവസായത്തെ വില കുറഞ്ഞ ഇൻബൌണ്ട് ഷിപ്മെന്റുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണിത്. വാണിജ്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ വിഭാഗമായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസിന്റെ ശുപാർശകളെ തുടർന്നാണ് തീരുമാനം. ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഈ രാസവസ്തു പുറന്തള്ളുന്നത് കാരണം ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ന്യായമായ വ്യാപാരം ഉറപ്പാക്കുന്നതിനും പ്രാദേശിക വ്യവസായങ്ങൾക്ക് തുല്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമാണ് ഇതുപോലുള്ള ഡംപിംഗ് വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നത്. ഇറക്കുമതി നിയന്ത്രിക്കുകയോ അന്യായമായി ഉൽപ്പന്ന ചെലവ് വർദ്ധിപ്പിക്കുകയോ ഇവ ലക്ഷ്യമിടുന്നില്ല. ചൈനയും ജപ്പാനും ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളാണ്. അന്യായമായ വിലനിർണ്ണയ രീതികളിൽ നിന്ന് ഇന്ത്യൻ നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനും രാസവസ്തുവിന് സ്ഥിരതയുള്ള വിപണി ഉറപ്പാക്കുന്നതിനും ഈ നീക്കം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ഇന്ത്യ സന്ദർശിക്കും. മാർച്ച് 16 മുതൽ 20 വരെ ലെക്സൺ ഇന്ത്യയിലുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ലെക്സൺ ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. മാർച്ച് 20 വെല്ലിംഗ്ടണിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ന്യൂഡൽഹിയും മുംബൈയും സന്ദർശിക്കും. സന്ദർശന വേളയിൽ ലെക്സൺ പ്രധാനമന്ത്രി മോദിയുമായും പ്രസിഡന്റ് ദ്രൗപദി മുർമുവുമായും ചർച്ച നടത്തുമെന്ന് അറിയിച്ചു. ഇന്ത്യ ന്യൂസിലാൻഡ് ബന്ധങ്ങളുടെ വിവിധ വശങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തും. മാർച്ച് 17 ന്യൂഡൽഹിയിൽ നടക്കുന്ന 10ാമത് റെയ്സിന ഡയലോഗ് 2025 ഉദ്ഘാടന സെഷനിൽ ലെക്സൺ പങ്കെടുക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും. സന്ദർശന വേളയിൽ അദ്ദേഹം ഇന്ത്യൻ ബിസിനസ് നേതാക്കളുമായി സംവദിക്കും. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ബിസിനസുകാർ, മാധ്യമങ്ങൾ, ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള ഉന്നതതല പ്രതിനിധി സംഘം ലെക്സണോടൊപ്പം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ വ്യാജ മെഡിക്കൽ ലീവുകൾ എടുത്താൽ 1 ലക്ഷം റിയാൽ പിഴ. ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകി. അസുഖമില്ലാതെ മെഡിക്കൽ ലീവുകൾ എടുക്കുന്നതും വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകൾ നൽകുന്നതും ശിക്ഷാർഹമായ കുറ്റമാണെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. 1 ലക്ഷം റിയാൽ പിഴയും 1 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണിത്. ആരോഗ്യ മേഖലയിലെ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും
ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അനധികൃതമായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത്തരം പ്രവർത്തികൾ ശിക്ഷാർഹമായ കുറ്റമാണെന്നും ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. രോഗികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് മാത്രമായിരിക്കണം മെഡിക്കൽ ലീവുകൾ അനുവദിക്കേണ്ടത്. വ്യാജ മെഡിക്കൽ ലീവ് സേവനങ്ങൾ നൽകുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ജാഗ്രത പാലിക്കാൻ പൗരന്മാരോടും താമസക്കാരോടും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയുടെ ബജറ്റ് എയർലൈനായ ഫ്ലൈഡീൽ സലാലയിലേക്ക് സർവീസ് നടത്തും. ജൂൺ 19 മുതലാകും സർവീസ് ആരംഭിക്കുന്നത്. അസർബൈജാൻ, ജോർജിയ എന്നീ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളായ ബാക്കു, തിബിലിസി, തുർക്കിയിലെ ട്രാബ്സൺ, ഈജിപ്ഷ്യൻ റിസോർട്ട് പട്ടണമായ ഷറമു, ബോസ്നിയയിലെ ഹെർസഗോവിന, സരജേവോ എന്നിവയോടൊപ്പമാണ് സലാലയും പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ വേനൽക്കാല വിനോദ കേന്ദ്രങ്ങളിലൊന്നാണ് സലാലയെന്ന് എയർലൈൻ അറിയിച്ചു. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടുനിൽക്കുന്ന ഖരീഫ് മൺസൂൺ സീസണിന് പ്രശസ്തമാണ് ഈ പ്രദേശം. യാത്രക്കാർക്ക് ഫ്ലൈ ഡീലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ ട്രാവൽ ഏജന്റുമാർ മുഖേനയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.